ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇന്നൊരു കാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കാർ ഫ്രം ഹ്യുണ്ടായി. അപ്പോൾ ആ ഒരു കിടലൻ ബ്രാൻഡിൽ നിന്നുള്ള, സൗത്ത് കൊറിയൻ ബ്രാൻഡിൽ നിന്നുള്ള ഒരുപാട് നാളുകളായിട്ട് ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഹ്യുണ്ടായി ക്രൈറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗൂഗിളിലെ സെർച്ച് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തതായിട്ട് കാണുന്ന ഒരു ടേം ആയിരുന്നു ഈ പറയുന്ന ഹ്യുണ്ടായി ക്രൈറ്റ ഫേസ് ലിഫ്റ്റ് 2024 എന്നുള്ളത്. അത്രമാത്രം ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു ഹൊറൈസൺ DRLs എന്നൊക്കെയാണ് ഇവർ ഇതിന് പറയുന്നത്. LED പൊസിഷൻ ലാമ്പ്, അതുപോലെ ഇങ്ങനെയൊരു ഫുള്ള് ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ ഒരു DRLs വരുന്നുണ്ട്. ഇവിടെ ഹ്യുണ്ടായുടെ മനോഹരമായിട്ടുള്ളൊരു ലോഗോ കാണാം. അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബൈക്സാണ് റിവ്യൂ ചെയ്യാറ്, പക്ഷേ എന്നെ ഒരുപാട് ഇമ്പ്രസ് ചെയ്തൊരു കാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഞാൻ മലയാളത്തിലധികം വീഡിയോസൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയതിനേക്കാൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണറ്റിൽ ഈ ഒരു ക്രീസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടി എണ്ണം കൂടിയിട്ട് സാധാരണ അതിൽ മുൻപത്തെ മോഡൽ കണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ക്രീസസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കൂടി വന്നപ്പോൾ കുറേ കൂടി മസ്കുലർ ആയിട്ടുണ്ട്. കുറേ കൂടി ആ ഒരു SUV സ്റ്റാൻസ്, ആ ഒരു SUV സ്റ്റാൻസ്, ആ ഒരു ബോക്സി ലുക്ക് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പഴയത് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടായിരുന്നു എന്ന് തോന്നി, പക്ഷേ ഇത് കുറച്ചുകൂടി ആ ഒരു അതിൻ്റെ ഒരു ഗാംഭീര്യം കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് തോന്നി. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സ്റ്റോപ്പ്. ഇവിടെ ഒരു 4 പീസുള്ള ഒരു LED ഹെഡ് ലാമ്പാണ് വരുന്നത്. ലോ ബീം ഹൈ ബീമിന് ഇത് വരുന്നുണ്ട്. വേറൊരു ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. എയർ ഇൻടേക്കിൽ നിന്ന് കാണിക്കുന്ന രീതിയിൽ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടുണ്ട്. അപ്പോൾ എയർ അതിൽ കൂടെ പോകട്ടോ. അപ്പോൾ ഒരു ഡാർക്ക് സിൽവർ എന്നൊക്കെ നമുക്ക് പറയാം. നല്ലൊരു ഗ്രേ കളറായിട്ടുള്ളൊരു ബമ്പറും ഒരു സ്കിഡ് പ്ലേറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ സ്കിഡ് പ്ലേറ്റ് ഒന്നും അല്ലാട്ടോ അത്. അപ്പോൾ ഏകദേശം ഒരു 190 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ ഡയമെൻഷൻസിൽ വരുന്ന കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 mm ലെങ്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ബാക്കി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ കാണാൻ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് പഴയൊരു മോഡലിനേക്കാളും. അപ്പോൾ ഇതിൻ്റെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയാണ്. ഇതിൻ്റെ പഴയ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലും ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് JK ടയേഴ്സിൻ്റെ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ചില മോഡൽസിൽ ഞാൻ കണ്ടു അപ്പോളോയിൽ നിന്നുള്ള ടയേഴ്സും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വീൽ ക്ലാഡിങ് കാണാം. മനോഹരമുണ്ട് ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് ആണ്. ആക്ച്വലി ഒരു മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിലുള്ള ഫീച്ചേഴ്സ് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കുറഞ്ഞ വേരിയൻസിലുള്ള ഫീച്ചേഴ്സ് ഞാൻ പറയാം. അപ്പോൾ കുറഞ്ഞ വേരിയൻറ്റിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ഈ വേരിയൻറ്റിലും X വേരിയൻറ്റിലൊന്നും ഈ കാണുന്ന ഒരു ലോങ് സ്ട്രിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒപ്പം ഇവിടെ നമുക്ക് 360 ഡിഗ്രിയുടെ ഒരു ക്യാമറയും ഇവിടെ അതിൻ്റെ ഒരു റഡാറൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ടോപ്പ് വേരിയൻസിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാറിൽ കാണുന്നത് 1.5 ലിറ്ററിൻ്റെ ഒരു മാനുവൽ പെട്രോൾ എഞ്ചിനാണ്. 115 PHP 144 Nm പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇവിടെ നമുക്ക് ORVMs കാണാം. അപ്പോൾ അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ക്രോം കളറിലുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ഒക്കെ ഇവിടെ കാണാം കേട്ടോ. കൂടാതെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എല്ലാ വേരിയൻറ്റിലും ക്രെറ്റ കൊടുക്കുന്നുണ്ട്. ഹ്യുണ്ടായുടെ എല്ലാ കാർസിലും തന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ പാഡ്, ഈ ഒരു ഡോറിൻ്റെ ഒരു പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വിൻഡോസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. ക്രോം കളറിൽ തന്നെയുള്ള ഒരു ഹാൻഡിലും അതിൻ്റെ ലോക്ക് കീ കാണാം. ബോസിൻ്റെ 8 സ്പീക്കറുള്ളൊരു സ്പീക്കർ സിസ്റ്റം, ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതിമനോഹരമായിട്ടുള്ള സൗണ്ടൊക്കെ ഉള്ള സിസ്റ്റം ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ അവർ ശരിക്കും റീവർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു AC വെൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഫസ്റ്റ് 3 മോഡൽസിൽ വരുന്നത് നോർമൽ മാനുവൽ AC ആണ്. പിന്നെയുള്ള എല്ലാ മോഡൽസിൽ വരുന്ന ഓട്ടോമാറ്റിക് AC ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് കാണാം. 10.25 ഇഞ്ചസിൻ്റെ ഒരു 10.25 ഇഞ്ചസിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. നല്ല സ്മൂത്ത് ടച്ചൊക്കെയുള്ള സിസ്റ്റമാണ് ഇത്. അപ്പോൾ ഇതിൽ 360 ക്യാമറയും അതിൻ്റെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിൽ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഈ ഒരു കാറിൽ വരുന്നുണ്ട്. ഭയങ്കര ഒരു പ്രീമിയംനെസ് ഈ ഒരു കാറിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഉണ്ട് കേട്ടോ. അതിപ്പോൾ അതിൻ്റെ ഒരു ഗിയർ നോബ്സ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാ കീസൊക്കെ ആണെങ്കിലും ഇവിടെ മൊത്തത്തിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. കോഷൻ ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. ബാക്കി ACയുടെ കൺട്രോൾസ് അല്ല ഇവിടെ വരുന്നുണ്ട്. മാനുവൽ AC അല്ല, ഇതിൽ വരുന്നത് ഓട്ടോമാറ്റിക് AC ആണ്. ഇതിൻ്റെ താഴെ മോഡലിലൊക്കെ ഞാൻ പറഞ്ഞു മാനുവൽ AC ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ, നമുക്കൊരു D-കട്ട് സ്റ്റിയറിംഗ് വീലുണ്ട്. 4 സ്പോക്കുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ ഈ ഒരു ഭാഗത്ത് മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം ക്രൂസ് കൺട്രോളും അതുപോലെ MIDയുടെ കൺട്രോൾസ് എല്ലാം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ടിൽറ്റിൻ്റെ കൂടെ തന്നെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഡോർ പാഡിൽ നമുക്ക് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള കീസും അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടണും അതുപോലെ ഗ്ലാസസിൻ്റെ ഓപ്പറേറ്റിങ്ങിനുള്ള കീസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഡോർസൊക്കെ തുറന്നിട്ട് അടയ്ക്കുമ്പോൾ ആ ഒരു തഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ജർമ്മൻ കാസിനോളൊന്നും വരില്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയുണ്ട്. സീറ്റ്സ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ലൊരു ഓറഞ്ച് ഒരു ചെറിയൊരു കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിനാണെങ്കിലും ഓറഞ്ച് കളറാണ്. ഒപ്പം ഒരു ഗ്രേയും ബീജും കൂടി കൂടിയിട്ടുള്ള കളറാണ് ഫ്രണ്ട് സീറ്റിനും ബാക്ക് സീറ്റിനും കൊടുത്തേക്കുന്നത്. ഉയർന്ന മോഡലുകളിൽ അതിനിങ്ങനെ ഒരു പില്ലോ കൂടി കാണാൻ പറ്റും. പാനറോമിക് സൺറൂഫ് ഈ ഒരു കാറിന് കൊടുത്തിട്ടുണ്ട് ടോപ്പ് വേരിയൻസിലെല്ലാം തന്നെ. ഒപ്പം നമുക്ക് ഈ ഒരു ബാക്ക് സീറ്റിൽ
ഒരു ഹാം റെസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ AC വെൻസും 2 സീ പോർട്ട് ചാർജസും ഇവിടെ ഒരു മൊബൈൽ കീപ്പ് ചെയ്യാനുള്ള ഭാഗം വരുന്നുണ്ട്. അപ്പോൾ സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇരിക്കാൻ പറ്റും കേട്ടോ. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് ഉയർന്നിട്ടെന്നുള്ള ഒരു സെൻട്രലിലൊരു പോർഷൻ വരുന്നത്. 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. 2 സ്റ്റെപ്പ് റിക്ലൈനബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ആ ഒരു സീറ്റിലൊക്കെ വരുന്നത്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് സെറ്റപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ സ്ട്രൈപ്പിംഗ് ആയിട്ടുള്ളൊരു LED ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. പണ്ട് ക്രെറ്റ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ സെൻറ്ററിലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹ്യുണ്ടായുടെ ഒരു ലോഗോ ഒരു പ്ലാസ്റ്റിക് പാനലിൻ്റെ അകത്ത് കയറ്റി വെച്ചതുപോലെയുണ്ട്. റിയർ വൈപ്പർ, ഡിഫോഗർ കാര്യങ്ങളെല്ലാം കാണാം. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. മുൻപത്തെ ക്രെറ്റയിൽ അത് ഈ ഒരു ഭാഗത്തായിരുന്നു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ടായിരുന്നത്. റിയറിലും അതുപോലെ തന്നെ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ബമ്പറിൻ്റെ ഭാഗം അങ്ങനെ ചെയ്തേക്കാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റിവേഴ്സിൻ്റെ ക്യാമറ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബമ്പറിൻ്റെയും ഡിസൈൻ ശരിക്കും ഇതിൻ്റെ ഒരു മസിൽ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രെറ്റ പണ്ടത്തിനേക്കാളും കുറച്ചുകൂടി മസ്കുലർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു SUV സ്റ്റൈലിംഗ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഹൈഡ്രോളിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബൂട്ട്. 433 ലിറ്റേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ബൂട്ടിൻ്റെ ഒരു സ്പേസ്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യട്ടെ. എൻ്റെ താഴെ എൻ്റെ ഒരു വീലുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെക്കൻഡ് മോഡൽ മുതൽ ആ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. റൂഫ് റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അതും ടോപ്പ് മോഡൽസിനാണുള്ളത്. ഇവിടെ നമുക്ക് വെയിലിൽ നിന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ബോർഡ് വരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഫിനിഷാണ് കുറച്ചുകൂടി എന്ന് പറയേണ്ടത്. അപ്പം നേരത്തെ വന്നിരുന്ന ആ ഒരു അബീസ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറിൽ നിന്ന് കുറച്ചുകൂടി ഒരു എലഗൻസ് തോന്നിക്കുന്ന രീതിയിലേക്ക് ഒരു കളർ മാറിയിട്ടുണ്ട്. സോ ബ്ലാക്കിൽ നിന്ന് നമ്മൾ വൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. വൈറ്റും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നല്ല ഒരു എലഗൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അകത്ത് ഞാൻ കയറി കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ളൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഇവിടെ ഒരു കോപ്പർ കളറിൽ ചെറുതായിട്ടൊരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോപ്പർ ടച്ച് ഉണ്ടല്ലോ, ഭയങ്കര നൈസാണ് അത്. അപ്പോൾ ഈ ഒരു കാറിൽ ഏകദേശം 17 വേരിയൻസ് ഉണ്ട്. 420 ഒരു 60 3 എഞ്ചിൻ വേരിയൻസ് ഉണ്ട്. അതായത് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് ആൻഡ് 1.5 ലിറ്റർ ഒരു പെട്രോൾ ടർബോ ചാർജ്ഡ് എഞ്ചിൻ കൂടിയുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു എഞ്ചിനാണ്. ഒപ്പം IMT മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഡീസൽ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ടർബോ പെട്രോളിൽ ഇതിൻ്റെ ഒരു 7 സ്പീഡ് DCT വരുന്നുണ്ട്. അങ്ങനെ 4 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു വാഹനമാണിത്. അപ്പോൾ കിയ സെൽറ്റോസ് ഒക്കെ ആയിട്ടാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡിൽ നിങ്ങൾക്ക് മാനുവൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് വേരിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് മാനുവൽ എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഗുണങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് വേരിയൻസ് ഇതിൽ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഒരു കാറിൻ്റെ വേരിയൻസ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറയാനും തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഹ്യുണ്ടായി തീർച്ചയായിട്ടും ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരു കാറിനെ കുറിച്ച്, ഇതിൻ്റെ ലുക്സിനെ കുറിച്ചും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള അറിയിക്കട്ടെ. ഫീച്ചർ പാക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിട്ടുപോയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, ടോപ്പ് വേരിയൻസിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഡ്രൈവർ സീറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ടിൽറ്റും അതുപോലെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. 8 സ്പീക്കറുള്ള ഒരു ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. ലെവൽ 2 ADAS വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ADAS 2 വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു കാറിലും വരുന്നുണ്ട്. അങ്ങനെ ഈ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാറാണ് തീർച്ചയായിട്ടും ക്രെറ്റ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്ന വേറൊരു ഡൗട്ടായിരുന്നു, ഇത് സേഫ്റ്റി റേറ്റിംഗ് കുറവാണെന്നൊക്കെ. അതായത് ഈ ഒരു കാർ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ, ഇതിൻ്റെ ഒരു ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്തപ്പോൾ ഇതിനൊരു 3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർക്ക്, അന്ന് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് 2 എയർ ബാഗ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഒരു കാറ് ഇത് കുറച്ചുകൂടി റിജിഡാക്കി സ്ട്രോങ് ആക്കി മാറ്റുകയും ചെയ്തു. അതുകൂടാതെ ഇതിൻ്റെ എയർ ബാഗ്സിൻ്റെ എണ്ണം 6 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള, കുറേ കൂടി സേഫർ ആയിട്ടുള്ള ഒരു കാറായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാറിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ വേരിയൻസും അതുപോലെ ഏതൊക്കെ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പുതിയതായിട്ട് ഏത് കളറാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓരോരോ വേരിയൻസിൻ്റെയും വിലയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രത്യേകമായിട്ട് 7 കളറിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതായത് അബീസ് ബ്ലാക്ക് പേൾ എന്ന് പറയുന്നത് പഴയ ബ്ലാക്കിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റോബസ്റ്റ് എമറാൾഡ് പേൾ എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ, അതുപോലെ ഫെയറി റെഡ്, റേഞ്ചർ ഖാക്കി എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഇയറിലാണെന്ന് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്യാമോഫ്ലേജിനോട് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു ഗ്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ അറ്റ്ലസ് വൈറ്റ് വിത്ത് അബീസ് ബ്ലാക്ക് റൂഫ് ആൻഡ് ടൈറ്റൻ ഗ്രേ. ഇങ്ങനെ 7 കളറിലാണ് ഈ ഒരു വാഹനം നമുക്ക് എക്സ്റ്റീരിയർ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻറ്റീരിയർ ഈ പറയുന്ന ഗ്രേയും അതുപോലെ ബീജും കൂടി കൂടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കളർ സ്കീം പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സീറ്റ്സ് എന്ന് പറയുന്ന കുറഞ്ഞ വേരിയൻസിൽ നമുക്ക് ഫാബ്രിക് സീറ്റ്സും പിന്നീടുള്ള കുറച്ചുകൂടി കൂടിയ വേരിയൻസിൽ മിഡ് വേരിയൻറ്റിൽ മുകളിലേക്കുള്ള വേരിയൻസിലേക്കൊക്കെ നമുക്കൊരു ലെതറേറ്റ് സീറ്റും ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ നല്ല ലെതർ ആയിട്ടുള്ള സീറ്റ്സുമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വേരിയൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 1.5 ലിറ്റർ മാനുവൽ പെട്രോൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് ഈ മുതൽ ഇതിൻ്റെ SX ഓപ്ഷണൽ വരെയുള്ള വേരിയൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ 7 വേരിയൻസ് ആണുള്ള EX, S ഓപ്ഷണൽ, SX ടെക് ആൻഡ് SXO. അപ്പോൾ ഈ SX ടെക് മുതലാണ് നമുക്ക് ഈ അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ 1.5 ലിറ്റർ പെട്രോളിൽ നമുക്ക് IVT എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. അതപ്പോൾ നമ്മുടെ ആദ്യത്തെ വേരിയൻസിലൊന്നും അവൈലബിൾ അല്ല. S ഓപ്ഷനിലും അതുപോലെ SX ടെക്കിലും SX ഓപ്ഷനിലും മാത്രമാണ് ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ 1.5 ലിറ്റർ CRDI ഡീസലിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് SX ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻസിലും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് S ഓപ്ഷനിലും അതുപോലെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള SS ഓപ്ഷനിലും മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ 1.5 ലിറ്റർ നമ്മൾ ടർബോ പെട്രോൾ DCT 7 സ്പീഡ് DCTയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് SX ഓപ്ഷനിൽ മാത്രമാണ് കേട്ടോ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഇൻട്രോഡക്ടറി പ്രൈസസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ പെട്രോൾ മാനുവൽ ഈ വേരിയൻറ്റിൻ്റെ വില ഏകദേശം വരുന്നത് 10,99,900 രൂപയാണ്. അതിനുശേഷം EX വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് 12,17,700 രൂപയാണ്. 1.5 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ SX ടെക് ഡ്യുവൽ ടോണിൻ്റെ 16,09,900 രൂപ. അപ്പോൾ അതിൻ്റെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു DCT 7 സ്പീഡ് DCTയുടെ ഒരു വില വരുന്നത് 19,99,900 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മൾ ഡീസൽ വേരിയൻറ്റിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റിൻ്റെ അതിൻ്റെ ഒരു ഈ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 12,44,900 രൂപയാണ്. അതിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് വേരിയൻറ്റ് 1.5 ലിറ്റർ CRDI ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള SXO ഡ്യുവൽ ടോൺ വേരിയൻറ്റിൻ്റെ വില ഏകദേശം 20,14,900 പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഓരോ വേരിയൻസിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലിലേക്ക് എന്തായാലും കണക്ട് ചെയ്ത് തന്നെ ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ.